ഓർമ്മയുണ്ടോ ഈ മുഖം? ഈ മോന്ത അങ്ങനെ മറക്കാൻ ചാൻസ് ഇല്ലല്ലോ അല്ലെ? നമ്മുടെ വൈറലായ വീഡിയോയുടെ പിന്നിലെ മോഡലാണ് കേട്ടോ ഇത്. ഇവളുടെ അവകാശവാദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ മോന്ത വെച്ച് വീഡിയോ ഇട്ടതുകൊണ്ടാണ് വീഡിയോ വൈറലായതെന്ന്. അല്ലാതെ ഞാൻ ഒളിച്ചോടി പോയ കഥ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവളങ്ങ് അംഗീകരിച്ച് തരുന്നില്ല ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ ഒന്നുകൂടെ ബ്രൈഡാക്കാം, ഈ വീഡിയോ കൂടെ വൈറലാവുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ അവകാശവാദം ഞാൻ അങ്ങ് അംഗീകരിച്ച് തരാമെന്ന്. ഒരു 5-6 വയസ്സ് വരെ എന്റെ വാപ്പിച്ചിക്കും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിന്റെ ഇടയിലാണ് ഈ കുരിപ്പ് കയറി വന്നത്. എനിക്ക് അത്ര വലിയ സന്തോഷം. എന്റെ അത്രയായി, കുറച്ച് കഴിഞ്ഞപ്പോ എന്നെക്കാളും വലുതായി. ഞാനും ഇവളും കൂടെ പുറത്തോട്ട് പോകുമ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി മൂത്തത് അവളാണോന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വരുന്ന കലിയുണ്ടല്ലോ. പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് കോളേജിലൊക്കെ പോകാൻ നേരത്ത് ഫ്രണ്ട്സ് പറയും, നിന്നെക്കാളും അടിപൊളി നിന്റെ അനിയത്തിയാൾ. ഇത് കേൾക്കുമ്പോ ഉണ്ടല്ലോ എന്തിന് ഈ സാധനം സൈക്കിളുമെന്ന് വീണ് പല്ലു പോയി. ഇത് കേട്ടിട്ട് ചിരിച്ച് ദുഷ്ടിയായി തത്തായിരുന്നു ഞാൻ. എന്തൊക്കെയാണെങ്കിലും എന്റെ എല്ലാ തെണ്ടിത്തരത്തിനും കൂട്ടിക്കുന്ന 2 അനിയത്തിമാരാണ് കേട്ടോ എനിക്ക് തന്നത്. പക്ഷെ എന്നാലോ ഇവരൊറ്റോ ടൈപ്പിന് ഞാൻ കൂട്ടിക്കൂല. ആ സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഒരു തള്ള വൈബ് കയറി വരും. പിന്നെ ഞാനിപ്പോ എന്തിനെ പിടിച്ച് വീണ്ടും മോഡലാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ചില ബ്രൈഡ്സ് ഒക്കെ ചോദിക്കേണ്ട ഹിജാബി ബ്രൈഡ് ചെയ്യും, നമ്മൾ ചെയ്യോട്ടോ. അപ്പൊ നേരെ വിളിച്ചോ.